ഹലോ ഗീസ്, ഇപ്പൊ സമയം ഒരു 9 മണിയായിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയൊരു കോളേജ് ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാന്നും പറഞ്ഞ് ട്രൈപോഡ് ഫുള്ള് കണ്ടില്ലേ സെറ്റ് ചെയ്ത് വെച്ച് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്തോ ഒരു ഉന്മേഷക്കുറവ് ഗീസ്. കുറെ ദിവസം കൊണ്ട് വ്ളോഗ് എടുക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു. എന്തോ പോലെ എല്ലാം ഫുള്ള് സെറ്റാണ്. ഞാൻ കണ്ടില്ല, മൈക്ക് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് ട്രൈപോഡ് എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ ആയിരുന്നു ഷൂട്ടിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പം എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട് ഒരു മടി. എന്താണ് പിന്നെ ഈ വ്ളോഗ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുമോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ചുമ്മാ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ ഏകദേശം ഒരു 10-15ഓളം വീഡിയോസ് എഡിറ്റ് ചെയ്തു ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന്. അതായത് നമ്മുടെ വ്ളോഗ് ചാനലിൽ ഉള്ള റിലേറ്റബിൾ കണ്ടന്റ്, പിന്നെ പെറ്റ് ചാനലുള്ള അതിന്റെ വീഡിയോസ് എല്ലാം കൂടെ ഒരു 10-15 വീഡിയോ വരെ എഡിറ്റ് ചെയ്തു. ഫുള്ള് കംപ്ലീറ്റ് ആയി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണെന്നാണ് തോന്നണേ. എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നില്ലേ, അത് വ്ളോഗായിട്ട് വരുമെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഒരു ചാർജ് കയറില്ല ഗൈസ്. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം ചേട്ടാ വ്ളോഗ് ചെയ്യണ ചേട്ടയില്ലേ, ചേട്ടാ ഇൻസ്റ്റയിലേക്ക് വീഡിയോ ഇടണമെന്നൊക്കെ പറയുമ്പം കിട്ടുന്ന ഫീല് ആ സമയത്ത് കിട്ടുമ്പം ഞാൻ ചാർജ് ആകും. ഇന്നലെ ഞാൻ പുറത്ത് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരാൾ വന്ന് എന്നോട് സംസാരിച്ചു, അതേപോലെ ഇൻസ്റ്റയിൽ വീഡിയോ തരണല്ലേ. അപ്പം ചാർജായി. അതാണ് ഇന്ന് രാവിലെ ഫുള്ള് 10-15 വീഡിയോ വരെ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തത്. പക്ഷെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ വീണ്ടും ചാർജ് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് ചോദിച്ചിട്ട്. യൂട്യൂബിൽ ഇടാനായിട്ട് പറ്റിയില്ല, പക്ഷെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് റിലേറ്റബിൾ കോണ്ടന്റ്, അടുത്ത എൻ്റെ വ്ളോഗ്, പിന്നീട് ഇമോഷണൽ സ്റ്റോറി വീഡിയോസ്, ആ ഒരു സ്റ്റോറി ടൈപ്സ് വീഡിയോസ്. ഏറ്റവും കൂടുതൽ വന്നത് വ്ളോഗും സ്റ്റോറി വീഡിയോസും എല്ലാം ഏകദേശം വന്നു. ഏറ്റവും കൂടുതൽ വ്ളോഗാണ് വന്നത്. പക്ഷെ എൻ്റെ വ്ളോഗ് ഇത്ര ഡിമാൻഡ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ആളുകൾക്ക് എൻ്റെ വീഡിയോസ്, ചില വീഡിയോസ് ഒക്കെ നല്ല ഇൻസ്പയർ ആവുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമില്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം, ഞാൻ അല്ലാതെ വേറെ ചുമ്മാ നടന്നു പോകുമ്പോൾ വീഡിയോ എടുത്ത് ഇടും, മ്യൂസിക് ഇട്ടിടുന്ന ഒരു ടൈപ്പ് വീഡിയോസ് ആയിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ ഒരു വ്ളോഗ് ഇട്ട് തുടങ്ങി. ആ വ്ളോഗ് ഒരുവിധം കുറച്ച് ആളുകൾ കാണുന്നുണ്ട്, കുറച്ച് ലൈക്സ് വരുന്നുണ്ട്, കമന്റ്സ് വരുന്നുണ്ട്, വീഡിയോസ് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണ് ഞാൻ കുറച്ച് വ്ളോഗുമായിട്ട് കണ്ടന്റ് വന്നത്. പിന്നീടാണ് ഞാൻ എൻ്റെ ജിഷാൽ ടോക്സ് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആക്കിയത്. പക്ഷെ എനിക്കൊരു മെയിൻ ചാനലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? അതായത് ശാലോ പെറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റ്സിന്റെ ചാനലുണ്ട്. അതിൽ ഞാൻ വീഡിയോസ് ഒക്കെ ആദ്യം ഒരു സ്റ്റോറി ടൈപ്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ വീട്ടിൽ പ്രാവൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രാവിന്റെ ലൈഫും എൻ്റെ ലൈഫും കൂടെ ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ പെറ്റ് ചാനൽ കൊണ്ടുവരുന്നത്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അതായത് +1 +2 10 ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ ചെറുതായിട്ട് വ്ളോഗ്, ഇവിടെയുള്ള ഫാമിലി വ്ളോഗും ചെറിയ വ്ളോഗൊക്കെ ഇട്ട് കുറച്ചൊരു കൊള്ളാം, നൈസ്. പിന്നെ ഞാൻ നേരെ ഡയറക്റ്റ് കോളേജിൽ വന്നപ്പോൾ ഒരുപാട് നല്ല കമന്റ്സും നല്ല അഭിപ്രായങ്ങളും നല്ല ഇതൊക്കെ വന്നുകൊണ്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് ഒരുപാട് നല്ല കമന്റ്സ് വരുന്നുണ്ട്. അതായത് എന്നെ അറിഞ്ഞൂടാത്തവരാണ്, വേറെ ജില്ലയിലുള്ളവന്മാര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോയുടെ വോയിസ് കൊള്ളാം, ഒരു സ്റ്റോറി ടൈപ്സ് വീഡിയോസ് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് എൻ്റെ ആ സമയത്ത് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഒരു സ്റ്റോറി ടോക്സ് ബൈ ജിഷാൽ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിനു മുമ്പ് ഇപ്പം വീഡിയോസ് ഒന്നും കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞാൻ ഇതേപോലുള്ള ചെറിയ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് കണ്ടന്റ് ഒക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കാണത്തില്ല. ഇപ്പൊ അതിൽ നോക്കിയാൽ ഫുള്ള് ക്യൂസ് റിലേറ്റഡ് വീഡിയോസ് ആയി. ഏകദേശം അത് 1.5 വർഷമായി, ഏകദേശം 2 വർഷം ആവുമെന്ന് തോന്നുന്നു. ആ വീഡിയോ എല്ലാം അതിൽ കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. അത് ഒരു വെക്കേഷൻ ടൈം ആയിരുന്നു ഞാൻ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിനക്ക് എത്ര ചാനലുണ്ടെന്ന്. അപ്പൊ ഏകദേശം എനിക്കൊരു 6 ചാനലുണ്ട്. ഇതും പിന്നെ കുറച്ച് ചാനലൊക്കെ ഉണ്ട്. എന്റെ ഹോം പേജിൽ കയറി നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാനായിട്ട് പറ്റും. ഇതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോണില്ല. ഇടയ്ക്കിടയ്ക്ക് കിട്ടേ ഉള്ളൂ. പക്ഷേ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അറിഞ്ഞുകൂടാത്തവരൊന്ന് വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്കിട്ട് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചിലവരുണ്ട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, എന്റെ വീഡിയോസിലൊക്കെ കമന്റ് ഇടുന്നുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് നേരിട്ടൊന്നും സംസാരിക്കില്ല. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടെ കേസ്. അതായത് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ
ഞാനും ഇങ്ങനെയൊക്കെ നോക്കും, ഇത് കുട്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ പയ്യനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഞാനും ആലോചിക്കും. പക്ഷെ അവരെന്റെ സ്ഥിരം വീഡിയോസ് ഒക്കെ കാണുന്നവർ, ലൈക്ക് ചെയ്യുന്നവർ, കമന്റ് ചെയ്യുന്നവരെയാണ്. പക്ഷെ അവർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക, ഞാനും അവൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക. പക്ഷെ അത് ഞാൻ അതെന്താണ് ഗീസ്? പിന്നെ നിങ്ങളെ പുറത്ത് വെച്ച് എന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കൂ, ഒരു സെൽഫി ഒക്കെ എടുക്കൂ. വന്ന് സംസാരിക്കാൻ എനിക്ക് ഒരു വിരോധമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. ഡയറക്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കുക, സെറ്റ് ആവുക. പിന്നെ കുറെ നല്ലവരായ ഉണ്ണികളുണ്ട് എൻ്റെ വീടിന്റെ അടുത്തുള്ളതാണ്, എനിക്കറിഞ്ഞൂടാ. പക്ഷെ തേരാപാരം ഇവിടെ വണ്ടിയിൽ അടിച്ചു കൊളുത്തിക്കൊണ്ട് പോണ കുറെ ടീംസ് ഉണ്ട്. അതായത് വണ്ടിയിൽ സൈലൻസറിൽ പൊത്തയിട്ടിട്ട് അടിച്ച് കൊളുത്തി ഇവിടെ കൂടെ പോണത്. നോർമലി വണ്ടി പോകുമ്പോൾ തന്നെ എന്റെ വീഡിയോസിലൊക്കെ ചെറിയ നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ താഴെയാണ് എന്റെ റൂമും, അവിടെയാണ് ഞാൻ ഡബ് ചെയ്യണതെല്ലാം. പക്ഷെ ഇതേപോലെ സൈലൻസറിൽ പൊത്തയിട്ടിട്ട് അടിച്ച് പോണ കുറെ കണ്ണാപ്പികളുണ്ട്. അവരോട് എനിക്കൊന്നും പറയല്ല. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മമാര് അറിയുന്നില്ല. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നു, അമ്മരെ തെറ്റി പറയാനും പറ്റുന്നില്ല. അമ്മമാർക്ക് അവരെ ഞാൻ ഒന്നും പറയില്ല ഗൈസ്. അപ്പൊ അവരെ ഇഷ്ടത്തിന് ഞാൻ വിട്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ചെറിയൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 6-5 കൊല്ലമായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ടേ. അതിന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ റീച്ച് ആവില്ല ഗൈസ്. പഴയതുപോലെ ഒരു റീച്ച് ഇൻസ്റ്റയിലും കിട്ടുന്നില്ല, പക്ഷെ യൂട്യൂബിലും കിട്ടുന്നില്ല. ഞാൻ വേറെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടില്ല. യൂട്യൂബ് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഫേസ്ബുക്കിൽ നിന്ന് നല്ല ഏൺ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് ഫേസ്ബുക്ക് ഒന്ന് ട്രൈ ചെയ്യും. ഞാൻ ഒരു കൊല്ലം ഞാൻ ഫേസ്ബുക്കിൽ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പഠിച്ച് പെട്ടെന്ന് എല്ലാം കൂടെ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വെക്കേഷൻ ടൈമാണ് എനിക്ക് പെട്ടെന്ന് ഇതേപോലെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അല്ലാതെ അപ്പം എനിക്ക് പറ്റണില്ല. ഒരാഴ്ചത്തുള്ള വീഡിയോ ഞാൻ നേരത്തെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇങ്ങനത്തുള്ള വീഡിയോസ് എങ്കിലും പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും വീഡിയോസ് വരും. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഇനിയിപ്പം ഒരു റിലീസ് കാണും. അതില് ഞാനില്ല, ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലാണ് ഞാൻ ഉള്ളത്. അപ്പം അതും ഉടനെ വരും. നമ്മുടെ ചാനലിലായിരിക്കും മിക്കവാറും റിലീസാണ്. അത് കൺഫേം ആക്കിയിട്ടില്ല. അതൊന്ന് കയറി കാണുക. അപ്പോൾ ചുമ്മാ ഒരു ചെറിയൊരു വാർത്തകൾ അടിക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരു വാർത്തകൾ അടിക്കുന്ന ഒരു വ്ളോഗ് ഇട്ടിട്ടില്ലായിരുന്നാ? അത് കുറച്ച് ഫാൻ ബേസ് ഉണ്ടായിരുന്നു, കുറച്ച് പേര് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു. എന്നാലും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. പാത്താള വിത്ത് മീ, അതാണ് നമ്മുടെ സീരീസിന്റെ പേര്. ഞാൻ ആ സമയത്ത് ഈ ഡയലോഗ് എന്നെ അടിച്ചെന്ന് തോന്നുന്നു, പാത്താളം വിത്ത് മീ. ഓ ശരി, എന്നാ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഇതിൽ വേറൊരു കോണ്ടന്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. പാത്താള വിത്ത് മീ, അതാണ്. അപ്പൊ ശരി എന്നാ.